വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഓൾ ഇന്ത്യ ഹിച്ചേക്കിംഗ് ട്രാവൽ സീരീസിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. തമിഴ്നാട്ടിൽ തൃച്ചിക്കടുത്ത് ഉച്ചിപ്പിള്ളയാർ കോവിൽ എന്ന ക്ഷേത്രത്തിനരികിലാണ് ഞാനിപ്പോൾ ഉള്ളത്. 7-ാം നൂറ്റാണ്ടിലെ ഒരു ഹൈന്ദവ ക്ഷേത്രമാണ് ഉച്ചിപ്പിള്ളയാർ ക്ഷേത്രം. തൃച്ചിയിലെ റോക്ക് ഫോർട്ടിന് മുകളിലായാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഐതിഹ്യമനുസരിച്ച് ശ്രീരംഗത്തിൽ രംഗനാഥസ്വാമി പ്രതിഷ്ഠ സ്ഥാപിച്ചതിന് ശേഷം ഗണപതി വിഭീഷണ രാജാവിൽ നിന്ന് ഓടിപ്പോയ സ്ഥലമാണ് ഈ പാറ. തിരുച്ചിറപ്പള്ളി പാറക്കോട്ടയെ തമിഴിൽ മലൈക്കോട്ടെ എന്നും വിളിക്കുന്നു. വാസ്തുവിദ്യ പ്രകാരം റോക്ക് ഫോർട്ട് ക്ഷേത്രത്തിന് 83 മീറ്റർ അഥവാ 272 അടി ഉയരമുണ്ട്. മിനുസമാർന്ന പാറ ആദ്യം മുറിച്ചത് പല്ലവർ ആണെങ്കിലും വിജയനഗര സാമ്രാജ്യത്തിൻ്റെ കീഴിൽ 2 ക്ഷേത്രങ്ങളും പൂർത്തിയാക്കിയത് മധുരയിലെ നായക്കായിരുന്നു. പാറയുടെ മുകളിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. പാറയിൽ കൊത്തിയ കുത്തനെയുള്ള പടികളിലൂടെ പ്രവേശനമുള്ള ഗണേശ ക്ഷേത്രം വളരെ ചെറുതാണ്. തൃച്ചി, ശ്രീരംഗം, കാവേരി, കൊല്ലിടം നദിയുടെ കാഴ്ചകൾ പ്രദാനം ചെയ്യുന്നു. പല്ലവർ സൃഷ്ടിച്ച പുരാതന വാസ്തുവിദ്യ കാരണം ഇന്ത്യയിലെ പുരാവസ്തു വകുപ്പാണ് ക്ഷേത്രം പരിപാലിക്കുന്നത്. ലങ്ക ഭരിച്ചിരുന്ന അസുര രാജാവായ രാവണന്റെ ഇളയ സഹോദരനായിരുന്നു വിഭീഷണൻ. രാമായണ ഇതിഹാസത്തിലെ ശ്രീരാമൻ രാവണൻ തട്ടിക്കൊണ്ടുപോയി തടവിലാക്കിയ ഭാര്യ സീതയെ സുഗ്രീവന്റെ സഹായത്തോടെ രക്ഷിക്കുകയും ഹനുമാൻ അവനെ പരാജയപ്പെടുത്തുകയും ചെയ്തു. ഈ യുദ്ധത്തിൽ രാവണന്റെ ധാർമ്മികവും സത്യവും പാലിക്കുന്ന സഹോദരനായ വിഭീഷണൻ തൻ്റെ സഹോദരനുമായുള്ള യുദ്ധത്തിൽ രാമനെ സഹായിക്കുന്നു. ആത്യന്തികമായി രാമൻ യുദ്ധത്തിൽ വിജയിക്കുകയും സ്നേഹത്തിൻ്റെ പ്രതീകമായി വിഭീഷണന് വിഷ്ണുവിൻ്റെ രൂപമായ രംഗനാഥൻ്റെ വിഗ്രഹം നൽകുകയും ചെയ്യുന്നു. വിഭീഷണൻ രാമനെ പിന്തുണച്ചെങ്കിലും അടിസ്ഥാനപരമായി ഒരു അസുരനായിരുന്നു. അതിനാൽ ദേവന്മാർ ഭഗവാന്റെ പരമമായ രൂപം തൻ്റെ രാജ്യത്തേക്ക് കൊണ്ടുപോകുന്ന ഒരു അസുരനെക്കുറിച്ചുള്ള ഈ ആശയം നിർത്താൻ ആഗ്രഹിച്ചു. തടസ്സങ്ങൾ നീക്കുന്നവനും പഠനത്തിൻ്റെ ദൈവവുമായ വിനായകന്റെ സഹായം അവർ അഭ്യർത്ഥിക്കുന്നു. ഭഗവാൻ പദ്ധതി സ്വീകരിക്കുന്നു. വിഭീഷണൻ തൻ്റെ രാജ്യത്തേക്കുള്ള യാത്രക്കിടെ തൃച്ചിയിലൂടെ പോകുന്നു. കാവേരി നദിയിൽ കുളിച്ച് തൻ്റെ ദൈനംദിന കർമ്മങ്ങൾ ചെയ്യാൻ ആഗ്രഹിച്ചു. എന്നിരുന്നാലും ഒരിക്കൽ ഭൂമിയിൽ സൂക്ഷിച്ചിരിക്കുന്ന ദേവതയെ ഒരിക്കലും നീക്കം ചെയ്യാൻ കഴിയില്ല. എന്നേക്കുമായി ആ സ്ഥലത്തുണ്ടായിരിക്കണം എന്നതിനാൽ അവൻ ആശയക്കുഴപ്പത്തിലായി. ഒരു പരിഹാരമെന്ന നിലയിൽ വിഭീഷണൻ കുളിക്കുമ്പോൾ ദേവനെ പിടിക്കാൻ ഒരാളെ കണ്ടെത്താൻ ശ്രമിക്കുന്നു. അവൻ ഒരു പശുപാലകന്റെ വേഷത്തിൽ വിനായകനെ കണ്ടെത്തുന്നു. പദ്ധതി അനുസരിച്ച് വിഭീഷണൻ പൂർണ്ണമായും വെള്ളത്തിലായപ്പോൾ വിനായകൻ ദേവനെ എടുത്ത് കാവേരിയുടെ തീരത്ത് മണലിൽ ഉറപ്പിച്ചു. ഇത് കണ്ട് കോപാകുലനായ വിഭീഷണൻ ബാലനെ ശിക്ഷിക്കാനായി പിന്തുടരുന്നു. ബാലൻ ഓടിക്കൊണ്ടിരിക്കുന്നു. കാവേരി തീരത്തിനടുത്തുള്ള പാറയുടെ മുകളിൽ കയറുന്നു. ഒടുവിൽ വിഭീഷണൻ ബാലന്റെ അടുത്തെത്തി നെറ്റിയിൽ അടിക്കുന്നു. വിഗ്രഹത്തിന്റെ നെറ്റിയിൽ ഇന്നും ഒരു കുഴി കാണാം. അപ്പോൾ ആ കൊച്ചുകുട്ടി സ്വയം വിനായകനാണെന്ന് വെളിപ്പെടുത്തുന്നു. വിഭീഷണൻ ഉടൻ ക്ഷമാപണം നടത്തുകയും ഭഗവാൻ അദ്ദേഹത്തിന് അനുഗ്രഹം നൽകുകയും വിഗ്രഹം ശ്രീരംഗത്തിൽ തന്നെ തുടരാൻ വിധിക്കപ്പെട്ടതാണെന്ന് വെളിപ്പെടുത്തുകയും ലങ്കയിലേക്ക് അയക്കുകയും ചെയ്തു. ഇതേ രാമായണ കാലഘട്ടത്തിൽ ഗോകർണത്തിലെ ഗണപതി രാവണന്റെ കഥയുമായി പല കാര്യങ്ങളിലും ഇത് സമാനമാണ്. രംഗനാഥൻ പ്രതിഷ്ഠ നടത്തിയിരുന്ന സ്ഥലം പിന്നീട് ഉപയോഗശൂന്യമായതിനാൽ കൊടും വനങ്ങളാൽ മൂടപ്പെട്ടു. വളരെ കാലത്തിനു ശേഷം ചോള രാജാവ് ഒരു തത്തയെ പിന്തുടരുമ്പോൾ ആകസ്മികമായി ദേവനെ കണ്ടെത്തിയപ്പോൾ തുടർന്ന് അദ്ദേഹം ലോകത്തിലെ ഏറ്റവും വലിയ ക്ഷേത്ര സമുച്ചയമായി ശ്രീരംഗം രംഗനാഥസ്വാമി ക്ഷേത്രം സ്ഥാപിച്ചു. അതിനിടെ വിഭീഷണനിൽ നിന്നും രക്ഷപ്പെടാൻ വിനായകൻ ഉപയോഗിച്ച പാറയിൽ പല്ലവർ വിനായക ക്ഷേത്രവും തായുമന സ്വാമി ക്ഷേത്രവും പണിതു. அப்புறமேட்டு நேரா போனா பஸ் ஜங்ஷன் பஸ் எல்லாம் வரும். அதுக்கப்புறம் பஸ் போற வழியில அப்படி நேரா போனா வந்துடும். சரி சரி. உங்க பேரு? சர்வேஷ். சர்வேஷ். പാലക്കാട് അമ്മ വീട്.
ஏன் வீடியோ ചാനൽ ഇருக்கு, യൂട്യൂബ് ചാനൽ ഇருக்கு, ஓ വീഡിയോ വരും. சரி ഞാൻ ക്ഷേത്രത്തിൽ നിന്നും ഇറങ്ങിയപ്പോൾ പരിചയപ്പെട്ട പയ്യനാണിത്. സർവേഷ് എന്നാണ് പേര്. അമ്മ വീട് പാലക്കാടാണ്. ഞാൻ ഫുഡൊന്നും കഴിച്ചിട്ടില്ലെന്ന് അറിഞ്ഞിട്ട് പോക്കറ്റ് മണി കിട്ടിയ പൈസയുമായിട്ട് എനിക്ക് ഫുഡ് വാങ്ങിച്ചു തരാൻ വേണ്ടി വന്നതാണ്. ഞാൻ വേണ്ടാന്ന് ഒരുപാട് നിർബന്ധിച്ചാണ്, പക്ഷേ പയ്യൻ കേൾക്കുന്നില്ല. പോക്കറ്റ് മണി കിട്ടി എന്തോ 250 രൂപ എന്തോ ഉണ്ട് അവൻ്റെ കയ്യിൽ. അത് വെച്ചിട്ട് ഫുഡ് വാങ്ങിച്ചു തരാനായിട്ട് വന്നതാണ്. यहाँ से ആള് 10ാം ക്ലാസ്സിലാണ് പഠിക്കുന്നതെങ്കിലും മുതിർന്നവർക്ക് പോലും തോന്നാത്ത ഒരു കാര്യമാണ് അവൻ ചെയ്യുന്നത്. അപ്പോൾ അവനൊരു ഹാപ്പിനെസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ഞാനും പിന്നെ ഒന്നും പറഞ്ഞില്ല. ഫുഡൊക്കെ വാങ്ങിച്ചു തന്നെങ്കിലും ആളെന്നെ വെറുതെ വിട്ടില്ല. തൃച്ചി ബസ് സ്റ്റാൻഡിലേക്കുള്ള വഴി പറഞ്ഞു തന്നെങ്കിലും അവിടെ അത്ര സേഫ് അല്ല, സൂക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കൺസേണാണ് കാണിച്ചത്. സത്യത്തിൽ എനിക്ക് ഭയങ്കര സന്തോഷവും കുറച്ച് ഇമോഷണലായി എന്ന് വേണമെങ്കിൽ പറയാം. എനിക്ക് ഭയങ്കരമായിട്ട് ഫീലായത് എന്താണെന്ന് വെച്ചാൽ ഫുഡൊക്കെ വാങ്ങിച്ചതിന് ശേഷം ഒരു 50 രൂപ ആളുടെ കയ്യിൽ ബാലൻസ് ഉണ്ടായിരുന്നു. ഞാൻ എത്ര നിർബന്ധിച്ചിട്ടും അവൻ കേൾക്കുന്നില്ല ഞാൻ പറയുന്നത്. അവിടെ അടുത്ത് തന്നെ കിടന്ന ഒരു ഓട്ടോക്കാരൻ്റെ അടുത്ത് അവൻ ചെന്ന് സംസാരിച്ചു, ഇവിടെ വരെ പോകാനായിട്ട് എത്ര രൂപയാകും. അപ്പോൾ ആക്ച്വലി 50 രൂപയും മുകളിലാവും ഓട്ടോ ചാർജ്. പക്ഷേ ഇവനിങ്ങനെ ഹെൽപ്പ് ചെയ്യാനായിട്ടാണ് എന്നുള്ളതൊക്കെ കണ്ടിട്ടായിരിക്കാം ഓട്ടോക്കാരൻ പറഞ്ഞു കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് ആ 50 രൂപ വാങ്ങിച്ച് ഓട്ടോയിൽ എന്നെ ബസ് സ്റ്റാൻഡിൽ എത്തിച്ചു. അതുമാത്രമല്ല, ഞാൻ യാത്രയിലുടനീളം സർവേഷ് എന്നെ ഇങ്ങനെ വിളിച്ചുകൊണ്ടേയിരുന്നു. രാത്രിയൊക്കെ ആകുമ്പോൾ ഫുഡ് കഴിച്ചോ, സേഫാണോ, ഉറങ്ങിയോ, അങ്ങനെ എന്നെ നിരന്തരമായിട്ട് വിളിക്കുകയും എന്നെപ്പറ്റി അന്വേഷിക്കുകയും ഒക്കെ ചെയ്തു. സത്യത്തിൽ അത് എനിക്ക് വലിയ അത്ഭുതമാണ് ഉണ്ടായത്. ഈ പ്രായത്തിലും മറ്റുള്ളവരെ സഹായിക്കാനുണ്ടായ ആ മനസ്സ് ഒരിക്കലും മറക്കാനാവാത്തൊരു അനുഭവമാണ് എനിക്ക് തന്നത്. അങ്ങനെ ഞാൻ തൃച്ചി ബസ് സ്റ്റാൻഡ് എത്തിയിട്ടുണ്ട്. നല്ല തിരക്കുള്ളൊരു ബസ് സ്റ്റാൻഡാണിത്. പേരെന്തോ? മൈൻഡ് ഔട്ട് ബോയ്. തിരുവനന്തപുരംകാരാണ്. തിരുവനന്തപുരത്ത് എവിടെ? ആറ്റിങ്ങൽ. വണ്ടി വന്നല്ലേ? ഓക്കെ. അത് മാത്രമേ പോകുന്നുള്ളൂ. നിങ്ങൾ എവിടെ എന്താ പരിപാടി? നമ്മളുടെ IML കോളേജിൽ പഠിക്കുക? അല്ലല്ല വർക്കിംഗ്. ഓ, എന്തായിട്ട്? ഞാൻ എടുത്തുതരാം, നിങ്ങൾ സംസാരിക്കണം. അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങള്. അപ്പൊ നിങ്ങളെ ഈ യാത്ര നിങ്ങൾക്ക് സന്തോഷമാണോ ദുഃഖമാണോ? എങ്ങനെയുണ്ട് യാത്ര? എങ്ങനെയുണ്ട്? രണ്ടും ഉണ്ട്. കാരണം ഞാൻ സ്റ്റാർട്ട് ചെയ്ത് 7 ദിവസമായിരുന്നു. അതെ, ആ കോലമൊക്കെ കണ്ടാൽ തന്നെ മനസ്സിലാവും. സ്റ്റാർട്ട് ചെയ്തു തിരുവനന്തപുരത്തേക്കാണ് വന്നത്. ഇവിടെ മധുരയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഒരു പ്രായമുള്ള എക്സ്പീരിയൻസ് ഉണ്ടായി. നമ്മൾ ബുദ്ധിയുള്ളവരും പ്രായം കൊണ്ടും ഭയങ്കര അറിവുള്ള ആൾക്കാരാണ് വിചാരിക്കുന്ന ആളുകൾ. ഹ്യൂമാനിറ്റി എന്താണെന്ന് അറിയാത്ത ആൾക്കാർ. പക്ഷേ ഇന്ന് എനിക്ക് ഫുഡ് വാങ്ങിച്ചൊരു 10ാം ക്ലാസ് പഠിക്കുന്ന ഒരു പയ്യാണ്. നിർബന്ധിച്ച് വേണ്ടെന്ന് പറഞ്ഞിട്ട് ഫുഡ് മേടിച്ചു എന്നെ വണ്ടിക്ക് ഓട്ടോ വിളിച്ച് കേക്ക് വിട്ട് 10ാം ക്ലാസ് പഠിക്കുന്ന ചെറിയ പയ്യൻ. നമ്മൾ എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ പോകാമെന്ന് വിചാരിച്ചു. 0 ബഡ്ജറ്റിൽ ഓൾ ഇന്ത്യ വാക്ക് ആൻഡ് ലിഫ്റ്റ്. അപ്പൊ നിങ്ങൾക്ക് ഇവരോട് പറയാൻ എന്താണുള്ളത്? ഇവരോട് എന്താണ് പറയാനുള്ളത്? എല്ലാവരും ഇങ്ങനൊന്നും ചെയ്യുന്നത് നല്ലതാണ്. കാരണം നമ്മുടെ ഈ നാട്ടിൽ എന്തൊക്കെ ഉണ്ട്, പല ബിഹേവിയറുള്ള ആളുകളാണ്, പല പ്രശ്നങ്ങളും നേരിട്ടിട്ട് പോകാനാണ്. സർവൈവ് ചെയ്യാൻ പറ്റുക. ഫുഡ് വലിയൊരു പ്രശ്നമാണ്. അപ്പോൾ അതെങ്ങനെ സർവൈവ് ചെയ്യാം? അപ്പോൾ ഞാനിപ്പോൾ ചെയ്യുന്നതാണ് ഓരോ സ്ഥലങ്ങളിൽ ചെല്ലും. അവിടെ ചെറിയ ജോലി ചെയ്യാനായിട്ട് നമ്മൾ കണ്ടെത്തും. 2 ദിവസം പട്ടിണി തന്നെ കണ്ടെത്തും. പിന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതൊക്കെ ഉണ്ട്. മോശം ആൾക്കാരൊന്നുമല്ല, ഒരുപാട് ഹ്യൂമാനിറ്റി ഉള്ള ആളുകളുണ്ടോ എന്ന്. അപ്പൊ ഈ യാത്ര മറ്റുള്ളവരെ ഒരു ബോധവൽക്കരണം നടത്താൻ അതോ സ്വന്തം കാര്യത്തിന് വേണ്ടിയാണോ? സ്വന്തമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ട്. അതെ, ഷെയർ ചെയ്യണമെന്നുണ്ട്. അയ്യോ, അതിന് വീഡിയോസ് എടുക്കുന്നുണ്ട്. മറ്റുള്ളവർക്കൊക്കെ നല്ല സന്ദേശങ്ങൾ കൊടുക്കുക. മറ്റുള്ളവർ ഒരുപാട് സ്ഥലങ്ങളുണ്ടല്ലോ നമ്മൾ കാണാനുള്ളത്. നമ്മൾ ഈ ജീവിച്ച് ഒന്നും നമ്മൾ കാണുന്നില്ല. വേറെ മലയാളത്തിനെ പരിചയപ്പെട്ടായിരുന്നു. പുറത്തിന് പരിപാടി പുതുക്കോട്ടയിൽ നമ്മുടെ പെണ്ണിൽ തന്നെ എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു പയ്യൻ അവൻ ജോലി ചെയ്യുന്നത്. എന്നെ കണ്ടിട്ട് അവൻ വന്ന് ഇന്നത്തെ കൂടി ചിലവാകുന്നുണ്ട്. മലയാളികൾ എല്ലാവർക്കും ഉണ്ടല്ലോ. അപ്പൊ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് സപ്പോർട്ട്. അതെ, ഉപേക്ഷിച്ചില്ലെങ്കിലും ഉപദ്രവിക്കാതിരിക്കും. അത് തന്നെ.
കൊച്ചി മെയിൻ ബസ് സ്റ്റാൻഡ്. ഒരു വെൽ ഡ്രസ്ഡ് ആയിട്ടുള്ള ഒരാൾ അവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ആൾ മദ്യപിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അയാളുടെ അരികിലായിട്ട് വേറെ 2 പേര് വന്ന് ഇരിപ്പുണ്ട്. അതിലൊരാൾ അയാളുടെ ബാഗിൽ കൈയിട്ടിട്ട് എന്തോ എടുക്കുന്നതായിട്ട് കണ്ടു. അപ്പോൾ കണ്ടിട്ട് ഞാനിപ്പോൾ അങ്ങോട്ടൊന്ന് പോവാണ്. 2 പേരും കള്ളന്മാരാണെന്ന് തോന്നുന്നു. കൂടെ വന്നവനടാ, ഞാൻ കൂടെ വന്നവൻ. போனியடா போடா வேலை புண்ணிய படுறா ஆறு புண்ணிய என் கூட வந்தா ஒழுத்தான் எடுத்து போட்டுருவான் போடா ஜாகிரதை. പോലീസ് താനേ ബാഗില് അവര് കൈയിടുന്നത് പാത്താണ്. ഇപ്പൊ ഇന്ത്യ നടന്നു വന്നേ ഒരു റെഡ് കളർ ഷർട്ട് അവര് കത്തെടുത്ത് വീഡിയോ എടുത്തിട്ട് അവന്മാർ പിന്നെയും കറങ്ങിത്തിരിഞ്ഞ് അവിടെ വന്നായിരുന്നു. അപ്പോൾ പോലീസുകാർ 2 പേര് അവരെ ഓടിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. പിടിക്കുമോ ഇല്ലയോ എന്താണെന്ന് അറിയില്ല. പക്ഷെ നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കാം. എൻ്റെ യാത്രയുടെ വിശേഷങ്ങൾ വീണ്ടും തുടരുന്നതാണ്. ഗുഡ് നൈറ്റ്, ബൈ ബൈ.